Hi all, it's me JKK from JKK for you. ഒരു മൂവി റിവ്യൂ ആണ് ഡേയ്സ് റൈ ദ ഡേ ഓഫ് റാത്ത്. ഞാൻ ഈ സിനിമ നവംബർ ലാസ്റ്റാണ് ഞാൻ ഈ സിനിമ കണ്ടത്. ഓക്കെ, നമുക്ക് റിവ്യൂയിലേക്ക് പോവാം. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ രാഹുൽ സദാശിവൻ. പ്രൊഡക്ഷൻ കമ്പനി നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് ആൻഡ് വൈ നോട്ട് സ്റ്റുഡിയോസ്. Then camera by Shehnaz Jalal. Then editor by Shafiq Mohammed Ali. Then music is by Christo Xavier. Music and BGM രണ്ടും ക്രിസ്റ്റോ സേവിയർ ആണ്. നമുക്ക് കാസ്റ്റിംഗിലേക്ക് പോവുകയാണെങ്കിൽ പ്രണവ് മോഹൻലാൽ ആസ് റോഹൻ ശങ്കർ. നല്ലൊരു ക്യാരക്ടറാണ്. പ്രണവിനെ സംബന്ധിച്ച് ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടർ, ഇതുവരെ ചെയ്യാത്തതിൽ നിന്ന് ഒന്ന് അല്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഒരു നെഗറ്റീവ് ഷെയ്ഡൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ് പ്രണവ് ചെയ്തത് റോഹൻ ശങ്കറായിട്ട്. He did his role superbly. Then Susmita Bhatt, Kani, ghost ആയിട്ട്, സ്പിരിറ്റ് ആയിട്ട് സുസ്മിത ഭട്ടിൻ്റെ ക്യാരക്ടറാണ് കനി. ദെൻ അരുൺ അജികുമാർ ആസ് കിരൺ, കനീസ് ബ്രദർ, പുള്ളിയും കൊള്ളാം. ദെൻ ജിബിൻ ഗോപിനാഥ് ആസ് മധുസൂദനൻ, മധു പോറ്റി. അത് കുടുംബൻ പോറ്റിയുടെയൊക്കെ ഒരു ഫാമിലി മെമ്പർ ആണെന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. മധു പോറ്റി, അങ്ങനെ ഒരു ബ്രഹ്മയുഗം കണക്ഷനൊക്കെ ഉണ്ട്. ഓക്കെ, ജിബിൻ ഗോപിനാഥ് പുള്ളി നല്ലപോലെ ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് ഒക്കെ അത് ഗംഭീരമാണ് പുള്ളിയുടേത് വിത്ത് പ്രണവ്. ദെൻ ജയ കുറുപ്പ് ആസ് എൽസമ്മ. പുള്ളിക്കാരത്തി വരുന്ന അല്പം റഫ് ക്യാരക്ടറാണ് ജയ കുറുപ്പ് ആസ് എൽസമ്മ. പിന്നെ ഷൈൻ ടോം ചാക്കോ, ഒരു ട്വിസ്റ്റ് ക്യാരക്ടർ ഈ സിനിമയിലുണ്ട്. ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത് റിവീൽ ചെയ്യും. ഷൈൻ ടോം ചാക്കോ. ദെൻ സിനിമയുടെ തുടക്കത്തിലെ ഒരു ലിപ് ലോക്ക് സീനൊക്കെ ഉണ്ട് വിത്ത് പ്രണവ്. അത് ചെയ്തത് അതുല്യ ചന്ദ്ര. ആ ഒരു ലിപ് ലോക്ക് സീൻ മാത്രമേ ഉള്ളൂ, വേറെ അധികമൊന്നുമില്ല. തുടക്കത്തിലുള്ള കുറച്ച് സീൻ മാത്രമേ ഉള്ളൂ പുള്ളിക്കാരത്തി. മൊത്തത്തിൽ കൊള്ളാം. ഇതൊരു ഗോസ്റ്റ് സിനിമയാണ്, ഒരു പ്രേത സിനിമയാണ്. ഒരുപാട് പേടിക്കാനുള്ള സീൻസ് ഒന്നും തന്നെ ഇല്ല. അപ്പോഴും കൊള്ളാം. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് രാഹുൽ സദാശിവൻ ഇത് മേക്ക് ചെയ്തിട്ടുണ്ട്. പ്രണവിൻ്റെ ഒരു ഡിഫറെൻറ്റ് റോളാണ്, ക്യാരക്ടറാണ്. പിന്നെ ജിബിൻ ഗോപിനാഥ് കൊള്ളാം. പിന്നെ ജയ കുറുപ്പ്, പിന്നെ എല്ലാ ക്യാരക്ടേഴ്സും നല്ലപോലെ ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. സോ എന്താണെങ്കിലും ഡേ ഓഫ് റാത്ത്, ആത്മാവ് ഒരു പക്ഷേ പൂർണ്ണമായിട്ട് വിട്ടുപോകാത്തൊരു ആത്മാവ്, ഭൂമിയിൽ നിന്ന് വിട്ടുപോകാത്തൊരു ആത്മാവ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ചില ഇൻസിഡൻസ് ഒക്കെയാണ്. പ്രത്യേകിച്ച് പ്രണവ് ഒരു വീട്ടിൽ താമസിക്കുന്നതും ആ വീട്ടിലേക്ക് ഈ ആത്മാവ് വരുന്നതും പ്രണവിനെ അറ്റാക്ക് ചെയ്യുന്നതും പിന്നെ എന്തുകൊണ്ട് ഈ ആത്മാവ് തന്നെ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളത് തേടിപ്പോകുന്നതുമൊക്കെയാണ് സിനിമയുടെ ഒരു ഇതിവൃത്തം. ഓക്കെ, എന്താണെങ്കിലും നല്ല രീതിയിൽ ഈ സിനിമ പോയിട്ടുണ്ട്. ഇത്രയൊക്കെ പറയാനുള്ളൂ. എനിവേ, ഡേയ്സ് റൈ നല്ലൊരു സിനിമയാണ്. ഓക്കെ, കൊള്ളാം. ബ്രഹ്മയുഗത്തിന് അത്രയൊന്നും ഇല്ല, പക്ഷെ കൊള്ളാം. ഡേയ്സ് റൈ ഇസ് ഗുഡ് മൂവി, ഗുഡ് പ്രണവ് Mohanlal movie. Okay. Thank you. Bye bye. Day of Wrath. Bye bye.